സോദം ഗൊമോറ മാതാപിതാക്കളോട് പറഞ്ഞു വെക്കുന്ന ചില പാരന്റിങ് ടിപ്പുകളുണ്ട്. അതെന്തെന്ന് നമുക്കിന്ന് പരിശോധിക്കാം. ഹായ്, എൻ്റെ പേര് ജോബിൻ. നമ്മൾ ഉൽപ്പത്തി മുതൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നതായ വചന പഠനം അതിൻ്റെ 18-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നു. അവിടെ നിന്ന് 18-ൻ്റെ അവസാന ഭാഗങ്ങളും 19-ാം അധ്യായം മുഴുവനുമായി നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ന് ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നതായ വിഷയങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച് നിർത്തിയത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. വാഗ്ദത്തം കൊടുക്കുക എന്നതിനേക്കാളപ്പുറമായിട്ട് ഉറപ്പും ധൈര്യവും കൊടുത്ത് ഇനി ഒരു വർഷത്തിനുള്ളിൽ നീ ഒരു കുഞ്ഞിനെ ചേർത്ത് കൊള്ളും എന്ന് പറയുന്നതായ അവനോട് പറഞ്ഞതായ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയെ ഒന്നും കൂടെ പറഞ്ഞു കൊടുത്ത് അവനെ ഉറപ്പിക്കുന്നു, അവനെ സൗഖ്യമാക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും ആവശ്യമായിരിക്കുന്ന സൗഖ്യവും ബലവും അവർക്ക് കൺസീവ് ആകുന്നതിനും പ്രസവിക്കുന്നതിനും അതുപോലെ തന്നെ ഒക്കെ ആവശ്യമായിരിക്കുന്ന എന്തെല്ലാം കൃപയും ബലവും അവർക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അബ്രഹാമിൻ്റെ അടുക്കൽ വന്നതായ 3 ദൂതന്മാരിൽ 2 പേർ സോദോം ഗൊമോറയിലേക്ക് പുറപ്പെടുന്നതായിട്ടും ഒരു വ്യക്തി അബ്രഹാമിനോട് കൂടെ നിന്ന് അബ്രഹാമിനോട് സംസാരിക്കുന്നതായി കാണും. ഇവിടെ അങ്ങനെ ആ മൂന്നിൽ ഒരുവനായി അബ്രഹാമിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ദൈവമായിട്ട് തന്നെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ അരുളി ചെയ്തത്, സോദോമിൻ്റെയും ഗോമോരുടെയും പാപം അതികഠിനവും അവർക്കെതിരെയുള്ള നിലവിളി വലുതുമാകുന്നു. എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്ന നിലവിളിക്കൊത്തവണ്ണം അവരുടെ പ്രവൃത്തികൾ ദോഷപൂർണമാണോ അല്ലയോ എന്ന് നോക്കി മനസ്സിലാക്കുവാൻ ഞാൻ ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ആ പുരുഷന്മാർ തിരിഞ്ഞ് സോദോമിലേക്ക് പോയി അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്ന് പറയുന്ന അനുഭവം. അബ്രഹാമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ അടുക്കൽ വരുമ്പോൾ 3 പേരായിരുന്നു, പക്ഷേ 2 പേർ മാത്രമാണ് സോദോമിൽ എത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ അബ്രഹാം അടുത്ത് ചെന്ന് ചോദിച്ചത്, പാപികളോടുകൂടെ നീതിമാന്മാരെയും നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നൊരു അനുഭവമുണ്ട്. എന്താണ് ഈ വാക്കിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടം നമുക്ക് പറയുമ്പോൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുക്രിസ്തു രണ്ടാമത് വരുന്നതിനും വരെ നമ്മൾ കൃപായുഗത്തിലാണ് എന്നാണ് നമ്മളെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കൃപായുഗത്തിലായിരുന്നു. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപസ്വഭാവത്തിൽ നിന്ന് വിടുവിക്കാനായി നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് നമ്മുടെ പാപസ്വഭാവം എന്ന് പറയുന്നതായ പഴയ മനുഷ്യൻ മാറിപ്പോയി. ഇന്ന് നമുക്കൊരു പുതിയ സ്വഭാവവും പുതിയ ജീവിതവും പുതിയ വ്യക്തിത്വവുമായി നമ്മൾ മാറി. അതുകൊണ്ട് അതിനുവേണ്ടി പൗലോസ് പറയുന്ന പ്രകാരമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. നോക്കുക, പക്ഷേ ഇന്ന് ഉള്ളതായ കൃപായുഗം പോലെ തന്നെ ഇതിന് മുകളിലുള്ള കാലഘട്ടവും അല്ലെങ്കിൽ ഇതിന് മുൻപും കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. എങ്ങനെ? ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങുന്നതായ സമയം മുതൽ ദൈവം അവരോട് കൃപ തോന്നി അവർക്ക് കൃപായുഗത്തിൽ തന്നെയായിരുന്നു അവർ എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നുവരെ ന്യായപ്രമാണം അവരുടെ കയ്യിലേക്ക് ലഭിക്കുന്നിടം വരെ. ന്യായപ്രമാണം മരുഭൂമി യാത്രയിൽ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നിടം വരെ അവർ എന്തിലായിരുന്നു? കൃപായുഗത്തിലായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം? അവരുടെ പാപ സ്വഭാവത്തിന് അല്ലെങ്കിൽ പാപ മനുഷ്യൻ മരിക്കപ്പെടുകയോ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുകയോ അവർ പുതിയ സൃഷ്ടിയായി മാറുകയോ ചെയ്തില്ല. എന്തുകൊണ്ട്? യേശുക്രിസ്തു അവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണം അന്നത്തേക്ക് നടന്നില്ല എന്നതുകൊണ്ട് തന്നെ അന്ന് കൃപായുഗത്തിലാണെങ്കിലും അവർക്ക് പാപസ്വഭാവം മാറിയ ഒരനുഭവം അവർക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ കുഴിച്ചിടപ്പെട്ടതായ ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ഈ ചോദ്യം വാലിഡായി നിൽക്കുന്നത്. അബ്രഹാം ചോദിക്കുകയാണ്, ദൈവമേ, നീ നീതിമാന്മാരോടും പാപികളോടും ഒരുപോലെയാണോ നീ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നത് അനുഭവം. ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ?
അതിലുള്ള 50 നീതിമാന്മാർ നിമിത്തം അവിടെ വിടുവിക്കുകയില്ലയോ എന്ന് ചോദിക്കുന്നതിന് നോക്കുക. പക്ഷെ മറ്റ് പഠനത്തെ ബൈബിൾ പഠിക്കുന്നതായ വ്യക്തികൾ പറയുന്നത് പോലെ ഇതൊരിക്കലും ഒരു ഒരു ശിക്ഷാവിധി എന്ന് പറയുന്ന അനുഭവത്തെക്കാൾ കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നതായ ഒരു 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 പ്രത്യേകമായ ഇൻസിഡന്റിനെ ആ രണ്ട് പട്ടണങ്ങളിലുള്ളതായ അനുഭവത്തെ പരിണത ഫലമായി അവർ ചെയ്യുന്നതായ പാപത്തിന്റെ പരിണത ഫലമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ആ കോപത്തിന് കാരണമായി തീർന്നത്, അല്ലെങ്കിൽ ആ നാശത്തിന് കാരണമായി തീർന്നത് എന്നാണ് ദൈവത്തിന് വചനം എഴുതിയിരിക്കുന്നത്. നോക്കുക, ഇവിടെ എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്ന നിലവിളിക്കൊത്തവണ്ണം അവരുടെ പ്രവൃത്തികൾ ദോഷപൂർണമാണോ അല്ലയോ എന്ന് നോക്കി മനസ്സിലാക്കുവാൻ ഞാൻ ഇറങ്ങി ചെല്ലുമെന്ന് പറയുന്ന അനുഭവമുണ്ട്. അവരുടെ അടുക്കിലേക്ക് ആരുടെയോ നിലവിളി ചെല്ലുന്നുണ്ട്. ആരുടെ നിലവിളിയാണ് ആ സൊദോം ഗൊമോറയുടേതായ അനുഭവത്തിൽ നിന്ന് ചെല്ലുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കായീനും ഹാബേലിനെയും കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യമായി ആദാമിന്റെ മക്കളായ കായീൻ ഹാബേലിനെ കൊന്നു കഴിയുമ്പോൾ ആ കായീന്റെ രക്തം ദൈവത്തോട് നിലവിളിക്കുന്നു എന്ന് പറയുന്നൊരു അനുഭവം അവിടെ ഉണ്ട്, അല്ലേ? അപ്പം ദോഷകരമായി അനാവശ്യമായി, അല്ലെങ്കിൽ ഒരു കൊലപാതകം പോലെ, അല്ലെങ്കിൽ അനാവശ്യമായുള്ള ഉയരുന്ന എല്ലാ നിലവിളിയും എല്ലാ അനുഭവങ്ങളും എല്ലാം ആരുടെ അടുക്കിലെത്തുന്നുണ്ട്? ദൈവത്തിൻ്റെ അടുക്കിലെത്തുന്നുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പം അടിച്ചമർത്തപ്പെടുന്നവരുടെ നിലവിളി ദൈവത്തിൻ്റെ അടുക്കിലെത്തുമ്പോൾ ആ നിലവിളിയുടെ ശബ്ദം അവർ മറ്റു കൂട്ടർ ചെയ്യുന്നതായ പാപത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു. തീർച്ചയായും അതിൻ്റെ ശിക്ഷാവിധി അവരിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു അനുഭവം തുടർന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നതാണ് അന്നത്തെ കാലത്തെ പ്രത്യേകത. കാരണം യേശുക്രിസ്തു അവിടെ വന്നിരുന്നില്ല. യേശുക്രിസ്തു വന്ന് അവൻ സകല ലോകത്തിൻ്റെയും പാപത്തിനായി അവൻ ക്രൂശിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്, മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആ ഏറ്റെടുക്കൽ, ആ സകല ലോകത്തിൻ്റെയും പാപത്തെ ഏറ്റെടുക്കുന്ന ആ ഒരു സംഭവം നടക്കാത്തത് കൊണ്ട് തന്നെ അന്നന്ന് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നതായ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശിക്ഷാവിധികളുടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നോഹയുടെ കാലത്ത് ഇതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്നൊരു ക്യാൻസർ പോലെയായിരുന്നു ആ അനുഭവം, അല്ലേ? ആ ഒരു കാലാവധി അങ്ങനെ നീണ്ടുപോയിരുന്നെങ്കിൽ അവിടെ നിന്ന് നീതിമാന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരെ ദൈവത്തിന് ലഭിക്കുകയോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ പോലും ദൈവത്തിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുകയോ അവിടെ നിന്ന് അവൻ വാഗ്ദത്ത പുത്രനായിരിക്കുന്ന യേശുവിലേക്ക് എത്തുവാൻ കഴിയുകയോ ചെയ്യുമായിരുന്നില്ല. ഇവിടെയും അതുപോലെ തന്നെ ഈ സോദോമും ഗോമോറയും ഉണ്ടാകുന്ന സമയത്ത് അവിടെ അന്യായമായി കൊല്ലപ്പെടുന്നവരുടെ, അന്യായമായി അടിച്ചമർത്തപ്പെടുന്നവരുടെ, അന്യായമായി തകർക്കപ്പെടുന്നവരുടെ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത വാക്യങ്ങളെ കടക്കുമ്പോൾ നമുക്കറിയാം, അന്യായമായി ലൈംഗികമായി പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്നവരുടെ നിലവിളി ദൈവത്തിൻ്റെ അടുക്കലെത്തുന്നു. മാത്രമല്ല ആ ദേശം മുഴുവൻ അവരുപയോഗിക്കുന്ന വസ്തുക്കൾ, ഭൂമി എല്ലാം നാശപൂർണമായി തീർന്ന, അത് പാപം നിമിത്തം പിശാചിന് വിളയടമായി, അത് ഒന്നിനു മുതൽ ഒന്നായി അവരുടെ ഹൃദയകാഠിന്യം സംഭവിച്ച് ഒരു കരുണയും ഒരു ദാക്ഷിണ്യവും ആരോടും കാണിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഈ സോദോം ഗൊമോറയുടേതായ ആ അനുഭവത്തിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പുറത്ത് നോക്കുക, അബ്രഹാം ദൈവത്തിൻ്റെ മക്കൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു വരുമ്പോഴേക്കും അവരെ മുമ്പാകെ മുട്ടുമടക്കി, അവരുടെ മുമ്പാകെ സാഷ്ടാംഗം വീണ് അവരെ സ്വീകരിച്ച് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ അവർക്ക് വേണ്ടി ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവരെ സ്വീകരിക്കുന്ന ഒരു അനുഭവം, അതിഥി സൽക്കാരം ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സോദോം ഗൊമോറയുടെ അവസ്ഥ നോക്കുക. എങ്ങനെ അങ്ങനെ വരുന്ന പുരുഷന്മാരെ എങ്ങനെ അവർക്ക് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുവാൻ കഴിയും എന്നതാണ് അവർ നോക്കുന്നതായ പരിമിതി, അല്ലെങ്കിൽ അവർ നോക്കുന്നതായ ആ അനുഭവം നോക്കുക. അപ്പോൾ അവർക്ക് അതിഥി സൽക്കാരം പോയിട്ട് എങ്ങനെ ഉപദ്രവിക്കാം, എങ്ങനെ കൊലപാതകം ചെയ്യാം, എങ്ങനെ ലൈംഗികമായ ദുരുപയോഗം ചെയ്യാം എന്ന് പറയുന്നതായ ആ ഹൃദയകാഠിന്യവും ആ അനുഭവവും ആ ഗ്രാമത്തിൽ, അതും അബ്രഹാമിനെ നോക്കി കണ്ണെത്താൻ പറ്റുന്ന ദൂരത്തിൽ നിൽക്കുന്ന ആ
നഗരത്തിൽ നടന്നിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വചനപണ്ഡിതന്മാർ പറയുന്ന ഒരു കൂട്ടം വചനപണ്ഡിതന്മാർ പറയുന്നത്, ഒരു ക്യാൻസറസ് ആയിരിക്കുന്ന ഒരു സെല്ല് ഒരു ശരീരത്തിലുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസ് എന്താണ് ചെയ്യുന്നത്? തീർച്ചയായും ആ ക്യാൻസറസ് ആയിരിക്കുന്ന അനുഭവത്തെ ദ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവർ റേഡിയേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റ്, ലേസറോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്ത് ആ സെല്ലിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും എന്തുകൊണ്ടാണ് നശിപ്പിക്കുന്നത് അറിയാമോ? ആ ക്യാൻസർ മറ്റുള്ള അവയവങ്ങളിലേക്കും മറ്റുള്ള അനുഭവങ്ങളിലേക്കും പോകരുത് എന്ന് കരുതിയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ ദൈവത്തിനും ഇവരെ നശിപ്പിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഇത് ഭൂമി മുഴുവൻ സ്പ്രെഡായി കഴിഞ്ഞാൽ, ഇൻഫ്ലുവൻസർ ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ മറ്റുള്ളവരിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും മറ്റ് തലമുറകളിലേക്കും മറ്റ് ദേശക്കാരിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും എല്ലാം ഇത് വഴി വയ്ക്കും. ഇത് കടന്നു പോയാൽ അതിൻ്റെതായ പരിണിത ഫലം ഭൂമിയെ നശിപ്പിക്കാതെ വേറൊരു മാർഗവും ദൈവത്തിന് ഉണ്ടാവുകയില്ല. മാത്രമല്ല വാഗ്ദത്തപുത്രനായ യേശുവിനെ കൊണ്ടുവരുവാൻ പോലും ഒരുപക്ഷെ അബ്രഹാമോ അവൻ്റെ കുടുംബമോ ഒന്നും ചിലപ്പം ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നൊരു അനുഭവം കൂടെ അവിടെ ഉണ്ട്. അങ്ങനെ ഉള്ളതായ ഒരു അനുഭവത്തിൽ ആ പട്ടണത്തിലേക്ക് ഒരു മാന്യതയുള്ള ഒരു വ്യക്തിയെ അടുക്കാൻ കഴിയുകയില്ല. മാത്രമല്ല അടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അബദ്ധവശാൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവൻ ദുരുപയോഗം എങ്ങനെ ചെയ്യാം, എങ്ങനെ ലൈംഗികമായി പോലും ദുരുപയോഗം ചെയ്യാമെന്നാണ് കണ്ടെത്തി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നത്, ദൈവമേ, നീ അവിടെ ഈ ഇത്രയും പാപികളുണ്ട്, ഇത്രയും പാപങ്ങൾ ചെയ്യുക. പാപം എന്ന് വെച്ചാൽ മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ ചെയ്യുന്ന അകൃത്യത്തെയാണ് പാപം എന്ന് പറയുന്നത്, അല്ലേ? ഇങ്ങനെ പാപം ചെയ്യുകയും ക്രൂരത കാണിക്കുകയും ലൈംഗികമായ ദുർനടപ്പ് നടത്തുകയും, ദുർനടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, അവർ സ്വയമായിട്ട് അവരുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറമായിട്ട് മറ്റു മനുഷ്യരോട് കൊലപാതകങ്ങളിലേക്ക്, ലൈംഗിക ദുർനടപ്പ് എന്ന് വെച്ചാൽ അത് എക്സ്ട്രീം ലെവലിലേക്കൊക്കെ അവർ പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അബ്രഹാമിനോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ നീതിമാന്മാരോടും പാപികളോടും ഒരുപോലെയാണോ ഇടപെടുന്നത്? അടുത്ത വാക്യം പറയുന്ന ഇപ്രകാരമാണ്, ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ? അതിലുള്ള 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തെ വിടുവിക്കുകയില്ലയോ എന്ന് ചോദിക്കുന്നതിന് അനുഭവം നോക്കുക. അബ്രഹാം പറയാണ്, നീ കരുണയുള്ള ദൈവമാണ്, നീ കൃപ കാണിക്കുന്ന ദൈവമാണ്. നമ്മളിപ്പോൾ കൃപായുഗത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തീർച്ചയായും ഒരു 50 നീതിമാന്മാർ ഒരുപക്ഷെ ആ പട്ടണത്തിലുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കുമോ എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. അടുത്ത വാക്യം പറയുകയാണ്, ദുഷ്ടന്മാരെ നീതിമാന്മാരെ നീ ഒരുപോലെ കണക്കാക്കുമോ? അങ്ങനെ വരരുതേ. ദുഷ്ടന്മാർക്കൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുന്നത് നമുക്ക് ഉചിതമല്ലല്ലോ എന്ന് പറയുന്നു. അതിന് യഹോവ, ഞാൻ സൊദോമിൽ പട്ടണത്തിനുള്ളിൽ 50 നീതിമാന്മാരെ കണ്ടെത്തുമെങ്കിൽ അവർ നിമിത്തം ഞാൻ ആ സ്ഥലം മുഴുവനായി രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. അപ്പം ഭാഗികമായി മുഴുവനായി രക്ഷിക്കുന്ന എഴുതിയിരിക്കുന്നു, ഭാഗികമായിട്ടില്ല. നോക്കുക, ഭാഗികമായി ആ വ്യക്തികൾ 50 പേരെ എവിടെ ഉണ്ടോ അവരെ മാത്രം രക്ഷിക്കാനുള്ള പദ്ധതി ഒരുക്കിയ ശേഷം മറ്റുള്ളവരെ നശിപ്പിക്കാൻ പോലും ദൈവം ഇവിടെ കരുതുന്നില്ല. അബ്രഹാം പറഞ്ഞതായ ഈ കാര്യം ദൈവം എഗ്രി ചെയ്യുകയാണ്, അവനോട് പ്രോമിസ് ചെയ്യുകയാണ്. അതെ, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളെയാണ് ഞാൻ പരിശോധിക്കുന്നത്, അവരുടെ നിലവുകളെയാണ് ഞാൻ പരിശോധിക്കുന്നത്, അവരുടെ പ്രവൃത്തികളെയാണ് ഞാൻ പരിശോധിക്കുന്നത്, അവരിൽ പാപം ചെയ്യാത്ത വ്യക്തികളെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അതിക്രമം ചെയ്യാത്ത വ്യക്തികളെയാണ് ഞാൻ പരിശോധിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന 50 പേരവിടെ ഉണ്ടെങ്കിൽ ആ 50 പേരെ നിമിത്തം ആ പട്ടണം മുഴുവൻ ഞാൻ രക്ഷിക്കാം, ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നൊരനുഭവം അവിടെ ഉണ്ടാവുകയാണ്. എന്നാൽ അടുത്ത അബ്രഹാം ചോദിക്കുകയാണ്, ഒരുപക്ഷെ 50 നീതിമാന്മാരില്ലാതെ 45 പേരെ അവിടെ ഉള്ളെങ്കിലോ എന്ന് ചോദിക്കുന്നു. 45 പേര് നിമിത്തവും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെ 32 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇനി അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളതായ ഒരു പട്ടണമാണ്. അവിടെ 10 പേർ നിമിത്തം ഞാൻ നീ അതിനെ കണ്ടെത്തിയാലോ എന്ന് ചോദിക്കുന്നു. 10 പേർ മാത്രമേ അവിടെ ഉള്ളെങ്കിലോ എന്ന് ചോദിക്കുന്നതിന് 50 തുടങ്ങിയതാണ്, 10 എത്തി വിശന്നു. 10 പേരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ
അത് നിമിത്തം നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ ഒരു ചാൻസ് ഉണ്ട് അല്ലേ? 10 പേർ നീതിമാന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഉപദേശിക്കുകയോ അവർ പ്രവചിക്കുകയോ അവർ ആ ജനത്തെ തെറ്റുതിരുത്തുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ രക്ഷിക്കപ്പെട്ടാലോ എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഇവിടെ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവം ഒരു സാധ്യത ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവൻ ദൈവം പറയുകയാണ്, ഒരിക്കലും ഞാൻ 10 പേർ നിമിത്തം 10 പേർ അവിടെ ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ മുഴുവനായി നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നതിനുണ്ട് ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. അത്രയും ആ ക്യാൻസറസ് ആയിരിക്കുന്ന, അത്രയും നീതികെട്ടതായ, അത്രയും അകൃത്യങ്ങൾ ചെയ്യുന്നതായ, ശരി അവർ ചെയ്യുന്നതായ പാപങ്ങളെല്ലാം എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവിടെ നിന്ന് ഉയരുന്നതായ നിലവിളി എല്ലാ ജീവജാലകളുടെയും ഉടയവനായ ദൈവത്തിൻ്റെ ചെവിയിലേക്ക് എത്തുന്ന നിലവിളി ചെറുതല്ല എന്നാണ് ദൈവം അവിടെ പറയുന്നത്. അത് നിമിത്തമാണ് അവരോട് ഇടപെടുന്നത്. അവർ മറ്റുള്ളവരോട് ചെയ്യുന്ന, സഹജീവികളോട് ചെയ്യുന്ന, സഹമനുഷ്യരോട് ചെയ്യുന്ന അന്യായ നിമിത്തം, മൃഗങ്ങളോട്, പ്രകൃതിയോട്, നിലത്തോട് ഒക്കെ ചെയ്യുന്നതായ ആ അകൃത്യം, ആ അകൃത്യവും ആ നിലവിളിയുമാണ് ദൈവസന്നിധിയിൽ എത്തുന്നതും ദൈവം അതിന് ശിക്ഷ വിധിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ക്യാൻസറസ് ആയിരിക്കുന്ന സെല്ലിനെ നശിപ്പിച്ച് കളഞ്ഞ് ആ ഭൂമിയിൽ നിന്ന് ആ ഒരു അനുഭവത്തെ മുഴുവൻ നീക്കാൻ വേണ്ടി ദൈവം അനുഭവങ്ങളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തെങ്കിലും 10 പേർ നിമിത്തം പോലും ആ പട്ടണത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരിക്കലും ഒരു പാപി നശിക്കുന്നതിലോ, ഒരിക്കലും ഒരു നഗരം വെന്തിച്ച് വെണ്ണീറായി അത് കീഴ്മേൽ മറിയുന്നതിലോ ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷേ ദൈവം നിവൃത്തിയില്ലാതാകുമ്പോൾ നമുക്ക് ദൈവത്തിന് ആ വിഷയത്തെ നശിപ്പിക്കുകയല്ലാതെ വേറെ മാർഗവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് യേശുക്രിസ്തുവിൻ്റെ വരവും യേശുക്രിസ്തു മരണവും നടന്നിട്ടില്ല. അതിലൂടെ ലഭിക്കുന്ന നീതീകരണവും രക്ഷയും സർവ്വഭൂമിക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കൂടെ പറയാം, 2000 വർഷങ്ങൾക്ക് മുന്നേ യേശുക്രിസ്തു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പാപമോ പെന്തക്കോസ്തുകാരുടെ പാപമോ അല്ലെങ്കിൽ മറ്റ് ഡിനോമിനേഷൻകാരുടെ പാപമോ മാത്രമല്ല, ഈ ഭൂലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും അവൻ ഏറ്റെടുത്ത് മരിച്ചത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൃപായുഗത്തിലാണ്. അന്നത്തെ പോലെ തന്നെ കൃപായുഗത്തിലാണ്. പക്ഷേ ഇന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തഗുണമല്ല നമ്മളോട് പ്രതിക്രിയ ചെയ്യുന്നത്. നമ്മളോട് കരുണ കാണിക്കുവാൻ, നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുവാനും യേശു നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അവൻ സർവ്വഭൂമിക്ക് വേണ്ടിയിട്ടും ഇൻ്റർസീഡിങ് ചെയ്യുന്നുണ്ട്, അവൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയും സോമുദവും ഗൊമോറ പോലുള്ള അനുഭവം നമ്മുടെ തലമുറയിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കാവുന്ന ഒരു അനുഭവമാണ് അല്ലേ. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു ഹോളിവുഡ് എന്ന് പറയുന്നതായ ആ മലയോട് അടിവാരത്തുള്ളതായ, അല്ലെങ്കിൽ ആ സിറ്റിയിലുള്ളതായ എല്ലാ വീടുകളും കത്ത് നശിക്കത്തക്കവണ്ണം വലിയ ഒരു തീയുടെ പ്രാരംഭം അവിടെ തീ ഉണ്ടാകുവാനിടയായി തീർന്നു. പലരും പറഞ്ഞു അത് ഒരുപക്ഷെ ദൈവികമായ കോപവും ക്രോധവും ദൈവത്തെ അവർ മോക്ക് ചെയ്തുകൊണ്ടതൊക്കെ സംഭവിച്ചതായിരിക്കാം എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. സൊദോം ഗൊമോറ പോലെ തന്നെ അവർക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ വെണ്ണീറായി കത്തി നശിക്കുന്നതായ ഒരു അനുഭവം. പക്ഷേ അങ്ങനെ കത്തി നശിച്ചു പോകുന്നു എന്ന് പറയുന്നൊരു അനുഭവത്തിലുണ്ടാകുമ്പോൾ പോലും ഒരിക്കലും അത് ദൈവികമായിരിക്കുന്ന ഇടപെടലുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവികമായ ഇടപെടലുകളാണ് നമുക്ക് പറയാൻ കഴിയില്ല. ആരോ ഒരാൾ തീയിട്ടു, അത് സ്പ്രെഡായി, അല്ലെങ്കിൽ വൈൽഡ് ഫയർ ഉണ്ടായി, അത് സ്പ്രെഡായി, അത് ആണ് ആ ദേശത്തെ മുഴുവൻ കൺസ്യൂം ചെയ്യാൻ, അതിനെ മുഴുവൻ കീഴടക്കുമെന്നൊക്കെയാണ് കാരണമായി തീർന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും ദൈവത്തിന് അതിനകത്ത് ഇൻവോൾവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അവരുടെ കാലാവസ്ഥ, ആ സമയത്തെ കാലാവസ്ഥയ്ക്ക് തോന്നും, ആ കാറ്റിനനുസരിച്ച് എങ്ങനെയോ സ്പ്രെഡായതായ തീ ആ ദേശത്തെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കുവാനിടയായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് അതിനകത്ത് ദൈവിക ഇടപെടലില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ദൈവം ഒരു പാപി നശിച്ചു പോകുന്നത്, നന്മ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അവരൊരു പക്ഷേ എന്തു തന്നെ ചെയ്തെന്ന് പറഞ്ഞാലും അവരിനി ഈ അന്നത്തെ കാലത്തെ പോലെ, സൊദോം ഗൊമോറയെ പോലെ എല്ലാ പാപവും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് മേക്ക് എ ഡിഫറൻസ്. ഒരു ഡിഫറൻസ് ഉണ്ട്.
അന്നത്തെ കാലത്തേക്കാളും എന്താണ് ഡിഫറൻസ്? യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സോദോം ഗോമോര പോലെ തന്നെ ഈ ഈ ഹോളിവുഡ് എന്ന് പറയുന്ന പട്ടണത്തിലെ നശീകരണത്തെ നമുക്ക് കാണുവാൻ കഴിയുമായിരിക്കും. അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് ആ കാഴ്ചയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുമായിരിക്കും. പക്ഷേ യേശു ക്രിസ്തു വന്നതോടുകൂടെ ആമേൻ, അന്ന് 10 പേർ നിമിത്തം സോദോം ഗോമോരയെ രക്ഷിക്കുവാൻ തയ്യാറായ ദൈവം ഇന്ന് യേശു ക്രിസ്തു നിമിത്തം ആ പട്ടണത്തെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമോ? ഒരിക്കലുമില്ല. ആ പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ടവനോ സ്നാനപ്പെട്ടവനോ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി നിമിത്തമെങ്കിലും ഇല്ല, അത് ഒരു വ്യക്തി പോലും അവിടെ നീതിയായിട്ട് ജീവിക്കുന്നില്ല എങ്കിൽ പോലും യേശു ക്രിസ്തു ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുന്നേ വന്ന് സകല ദേശത്തിൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ വഹിച്ച് മരിച്ചത് കൊണ്ട് തന്നെ ഇറ്റ് മേക്ക് എ ഡിഫറൻസ്. അവിടെ സംഭവിച്ചത് ദൈവികമായ ഇടപെടലല്ല എന്ന് നമുക്ക് 100% വചനാടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. പക്ഷേ ഞങ്ങൾ മറ്റൊരു തരത്തിൽ വീഡിയോസ് കേൾക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വീഡിയോകളിലും മറ്റു കാര്യങ്ങളിലും ഷോർട്സിലൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് ദൈവിക ക്രോധമാണ് എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം. പക്ഷേ അത് ആ കിട്ടിയിരിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലും ചില വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിലും ചില വീഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിലും മറ്റൊരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇത് പറയുന്നത്. പക്ഷേ കൃപായുഗത്തിന് ശേഷം ന്യായപ്രമാണം വന്നു. ന്യായപ്രമാണത്തിന് ശേഷം യേശു ക്രിസ്തുവിലൂടെ വീണ്ടും നമ്മൾ കൃപായുഗത്തിലേക്ക് തന്നെ കടന്നു. അവിടെ യേശു ക്രിസ്തു നമുക്ക് മധ്യസ്ഥനായിട്ടുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ സകല ലോകത്തിൻ്റെയും പാപങ്ങൾ അവൻ ഏറ്റെടുത്തു എന്ന് പറയുന്നതായ ആ കാഴ്ചപ്പാട് ആ പറയുന്ന വ്യക്തികൾക്കില്ലാത്തത് കൊണ്ടാണ് തീർച്ചയായും ആ രീതിയിൽ അവിടെ ഇടപെടുന്നത്. കാരണം അവരോട് തന്നെ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ കൃപായുഗത്തിലാണെന്ന് പറയും. കൃപായുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിയിലൂടെയുള്ള നീതീകരണമല്ല, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലൂടെ വിശ്വസിക്കുന്നതിലൂടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു നിവൃത്തിയാക്കി സകല ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞതായ ആ പ്രവൃത്തിയെ വിശ്വസിക്കുന്നതിലൂടെയാണ് ആമേൻ, പ്രൈസ് ലോർഡ്, നമ്മൾ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ അത് സംഭവിച്ചത് ദൈവത്തിൻ്റെ കരമാണെന്ന് ചോദിച്ചാൽ തീർച്ചയായുമല്ല. അങ്ങനെയെങ്കിൽ ഈ വചനം എഴുതിയിരിക്കുന്ന തെറ്റെന്ന് പറയണം. അങ്ങനെ വചനം എഴുതിയിരിക്കുന്ന തെറ്റെന്ന് പറയാൻ ആരെ കൊണ്ടും കഴിയുകയില്ല. കാരണം ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മാറ്റവുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ 10 പേർ നിമിത്തം പോലും ദൈവം ആ സോദോം ഗൊമോറയെ രക്ഷിക്കുവാൻ തയ്യാറായി. ഇന്ന് യേശു ക്രിസ്തു നിമിത്തം അവൻ സകല ഭൂമിയെയും രക്ഷിക്കുവാൻ മധ്യസ്ഥത അണയ്ക്കുന്നതായ ദൈവം യേശു ക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുമ്പോൾ ദൈവം തയ്യാറാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് അനർത്ഥങ്ങൾ സംഭവിച്ചാലും, ലാൻഡ് സ്ലൈഡ്, മറ്റ് പ്രയാസങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ, വൈൽഡ് ഫയർ, എന്ത് തന്നെ പ്രശ്നങ്ങളാണോ, ഉരുൾപൊട്ടൽ തുടങ്ങിയ എന്ത് തന്നെ പ്രശ്നങ്ങളാണോ ഭൂമിയിൽ സംഭവിക്കുന്നത്, അതിനൊന്നും കാരണക്കാരൻ ദൈവമല്ല. ദൈവം ഒരുപക്ഷെ അതിന് മുൻപേയും അതിന് ശേഷമൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരെ അവരിലേക്ക് അയച്ച് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങളിവിടുന്ന് മാറി താമസിക്കണം, നിങ്ങളിവിടുന്ന് രക്ഷപ്പെടണം എന്ന് അറിയിക്കാതെയും പ്രസംഗിക്കാതെയും റിപ്പോർട്ടുകൾ അത് ജാതികളെ പോലും, ഒരിക്കലും യേശുവിനെ അറിയാത്തതായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വ്യക്തികളെ പോലും അല്ല ഉപയോഗിക്കുന്നത്, ജാതികളെ പോലും ഉപയോഗിച്ച് ദൈവം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം അതാണ് ദൈവികമായിരിക്കുന്ന ഇടപെടൽ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ റോള് അവിടെയാണുള്ളത്. നിങ്ങളോട് നേരിട്ട് വന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നതാണ്. കാരണം നിങ്ങൾ കൃപായുഗത്തിലാണത്. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതാണ് ദൈവിക ഇടപെടൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വരുമ്പോൾ നമുക്ക് ഒരു പിതാവിനെ നമുക്ക് കാണാം. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പിതാവ് എങ്ങനെ തൻ്റെ മക്കളെ വളർത്തുന്നു, അതിനുശേഷം എങ്ങനെ മരുമക്കളെ അവർക്ക് വേണ്ടി കണ്ടെത്തുന്നു, എങ്ങനെയുള്ള മരുമക്കളെ അവർക്ക് വേണ്ടി കണ്ടെത്തുന്നു മാത്രമല്ല ആ മക്കളെ നന്നായി വളർത്താൻ കഴിയാഞ്ഞതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ പാപങ്ങൾ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി സെപ്പറേഷൻ ഇല്ലാതെ വളർത്തിയത് കൊണ്ട് മരുമക്കൾ അവരെ ചൂസ് ചെയ്തപ്പോൾ ദൈവഹിതമില്ലാത്തതായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ചൂസ് ചെയ്യാഞ്ഞതുകൊണ്ട് പരിണത ഫലമായി അവർക്ക് എന്ത് സംഭവിച്ചു? ആ ദേശം, ആ കുടുംബം പോലും എങ്ങനെ നശിപ്പിക്കപ്പെട്ടു പോയി, ശാപത്തിന് കാരണമായി തീർന്നു എന്ന്
കാണിക്കുന്നൊരു വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം എന്ന് പറയുന്നത്. ജാതികളുടെ പാപമോട് നിൽക്കട്ടെ, ആ ദേശത്തിൻ്റെ പാപമോട് നിൽക്കട്ടെ, അവരോട് ദൈവം സംസാരിച്ചിട്ടില്ല. അബ്രഹാമിനോടാണ് ദൈവം സംസാരിച്ചത്. ലോത്തിനോടാണ് ദൈവം ലോത്ത് അബ്രഹാമിനോട് കൂടെയുള്ളപ്പം അബ്രഹാമികമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ലഭിക്കുമ്പോൾ അതിൻ്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാപിച്ച് ഇത് ദൈവികമായ കരമാണെന്ന് മനസ്സിലാക്കിയത് ലോത്ത് മാത്രമാണ്. സോദോം ഗോമോറയ്ക്ക് അങ്ങനെ ഒരു കരം മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടന്നിട്ടില്ല, വിടുതലുകൾ നടന്നിട്ടില്ല. അവരുടെ ജീവിതത്തിൽ ദൈവികമായ ശബ്ദം അവർ കേട്ടിട്ടില്ല. കേട്ടത് ആരാണ്? അബ്രഹാം. അബ്രഹാമിനോട് ചേർന്ന് നിന്ന വ്യക്തി ആരാണ്? ലോത്ത്. അവനറിയാം എങ്ങനെയാണ് അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നതെന്ന്. അവനറിയാം അബ്രഹാം എങ്ങനെയാണ് ദൈവിക വാഗ്ദത്തം പ്രാപിച്ചതെന്ന്. അവനറിയാം അബ്രഹാം എങ്ങനെയാണ് താനുമായുള്ള അവൻ വേർപിരിയുന്ന സമയത്ത് ദൈവത്തോടു കൂടെ ചേർന്ന് നിന്ന് താനുമായി വേർപിരിയുന്ന സമയത്ത്, പിരിയുന്ന സമയത്ത് തന്നോട് ഇടപെട്ടതെന്ന് ലോത്തിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല അബ്രഹാമിൻ്റെ ദൈവത്തെ ലോത്ത് കണ്ടിട്ടുമുണ്ട്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത് അബ്രഹാം നിമിത്തം നീതിമാനായിരിക്കുന്ന ലോത്തിനെ എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. മാത്രമല്ല പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ലോത്ത് നീതിമാനായി പക്ഷെ വലഞ്ഞുപോയ ലോത്തിനെ പോലെ നമ്മൾ ആയിത്തീരരുത് എന്ന് പറയുന്ന അനുഭവമുണ്ട്. നീതിമാനാണെങ്കിലും വലഞ്ഞുപോയി, പ്രശ്നങ്ങളാൽ വലഞ്ഞ് ഇപ്രകാരമുള്ള സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വലഞ്ഞു പോയതായ ലോത്തിനെ പോലെ നമ്മൾ ആകരുത് എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു പിതാവ് ലോകം എങ്ങനെ തന്നെ പോയിക്കോട്ടെ, തലങ്ങും വിലങ്ങും തെക്കും വടക്കും എന്ത് പാവവും ഏത് രീതിയിലുള്ള മ്ലേച്ഛത, എങ്ങനെയുള്ള അനുഭവങ്ങളും എങ്ങനെയുള്ള ക്രൂരതയും എങ്ങനെയുള്ള എന്ത് തരം അവസ്ഥകളും എന്ത് തരം സമൂഹത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞാലും ഒരു ദൈവഭക്തനായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ള, ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ളതായ ഒരു വ്യക്തി തൻ്റെ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ള പാരൻറ്റിങ് പാഠമാണ് 19-ാം അധ്യായത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ട് ലോത്തിനെ പോലെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൂടാ? എന്തുകൊണ്ട് നമ്മൾ ലോത്തിനെ പോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭർത്താക്കന്മാരെ, മരുമക്കളെ തിരഞ്ഞെടുത്തുകൂടാ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ലോർഡ്. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ 19-ാം അധ്യായം 1 മുതലുള്ളതായ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലോത്ത് ഈ കടന്നുപോയ ദൂതന്മാരെ സ്വീകരിക്കുന്നതായിട്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ സ്വീകരിച്ച് അവരെ കൊണ്ടുപോകുന്നതായിട്ടും നമുക്ക് പറയുവാൻ സാധിക്കും. അബ്രഹാമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അബ്രഹാം അവരെ മരത്തിന് കീഴിലിരുത്തി അതിനുശേഷം അവരുടെ അടുക്കിലേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നു. പക്ഷേ ഇവിടെ ലോത്തിന് ധൈര്യമില്ല. എന്തിനു വേണ്ടിയിട്ട്? ആ പട്ടണവാതിൽക്കൽ ഇരുന്നതായ ലോത്തിന് ധൈര്യമില്ല അവരെ ആ പട്ടണവാതിൽക്കൽ എവിടെയെങ്കിലും ഉറങ്ങാൻ വിട്ടിട്ട് താൻ വീട്ടിൽ പോയി കിടക്കുവാൻ. തൻ്റെ വീട്ടിലേക്ക് ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇവർക്ക് രാത്രിയിൽ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായ ധാരണ ലോത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ലോത്ത് അവരോട് പറയുകയാണ്, യജമാനന്മാരെ, രാത്രി പാർക്കുവാൻ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണമെന്ന് പറയുന്നു. പക്ഷേ അവർ പറയുകയാണ്, ഇല്ല, ഞങ്ങൾ തെരുവീതിയിൽ രാത്രി കഴിച്ചുകൊള്ളാം എന്ന് പറയുന്ന അനുഭവമുണ്ട്. പക്ഷേ അവരെ പറഞ്ഞ റിക്വസ്റ്റ് ലോത്ത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം ആ 4 വീടിൻ്റെ കല്ല് കിട്ടിയ 4 വീടിൻ്റെ ചുമരിൻ്റെ ഉള്ളിൽ വാതിലിനകത്ത് അവർ ഇരുന്നില്ല എങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായ ധാരണ ലോത്തിനുണ്ടായിരുന്നു. അങ്ങനെ 4-ാം വാക്യം തുടങ്ങുമ്പോൾ ലോത്ത് പേടിച്ചതുപോലെ വലിയൊരു സംഭവം നടക്കുകയാണ്. പ്രൈസ് ലോർഡ്. ആ പേടിച്ചത് അവന് സംഭവിച്ചു എന്ന് പറയുന്നൊരു അനുഭവമാണ്. അവൻ എന്തോ പേടിച്ചുവോ ആ ദേശക്കാർ മുഴുവൻ അത് ചെയ്യുവാൻ വേണ്ടി, അങ്ങനെ ആ കുടുംബത്തെ ആക്രമിക്കുവാൻ വേണ്ടി വരികയാണ്. അവിടെ ലോത്ത് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ലോത്ത് ഒരുപക്ഷെ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. എന്തായിരിക്കും ഈ ദുഷ്ടന്മാരായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സമൂഹം, ആ ജനങ്ങൾ മുഴുവൻ എൻ്റെ വീട്ടിലേക്ക് ഇരച്ച് കയറി കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയണമെന്ന് വ്യക്തമായ ധാരണ ലോത്തിനുണ്ടായിരുന്നു. ഓക്കെ. അതുകൊണ്ടാണ് അവൻ ആ വ്യക്തികൾ, ആ ജനം മുഴുവൻ അവൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുവാൻ തുടങ്ങിയപ്പോൾ അവൻ ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കുന്നത്. നോക്കുക 4-ാം വാക്യം. അവർ ഉറങ്ങുന്നതിന് മുൻപേ സോദോം പട്ടണത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും
ആബാലവൃദ്ധം പുരുഷന്മാർ ആ വീട് വളഞ്ഞു എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. പരിഭാഷകൾ, ഇംഗ്ലീഷ് പരിഭാഷകൾ കാണുമ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള വൃദ്ധന്മാർ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ലോകത്തിൻ്റെതായ വാതിൽ തട്ടുവാനായിട്ട് അവരെ അമർത്തി ചവിട്ടി അതെങ്ങനെയെങ്കിലും തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് അവർ വിളിക്കുകയാണ്, അവരതിനു വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അടുത്ത ഭാഗം വായിക്കുന്നവർ ലോകത്തിനെ വിളിച്ച് ഈ രാത്രിയിൽ നിർഭാഗ്യകരമായിരിക്കുന്ന ഒരു അനുഭവം ആ വന്നതായ ദൂതന്മാർക്ക് ഉണ്ടാകുമെന്നൊക്കെ കാരണമാക്കാൻ വേണ്ടിയിട്ട് അവർ അവകാശപ്പെടുകയാണ്. ഞങ്ങളുടെ ഇടയിലേക്ക് അവരെ പുറത്തേക്ക് വിടുക എന്ന് പറയുന്നൊരു അനുഭവം. അവരെ പുറത്തേക്ക് വിടുക, ഞങ്ങൾ അവരെ ആക്രമിക്കട്ടെ എന്ന് പറയുന്നൊരു അനുഭവം. പക്ഷെ ലോത്ത് പറയുന്ന മറുപടിയും ഒരപ്പനും ഒരു ജീവിതകാലത്തും ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ലോത്ത് പറയുകയാണ്, അങ്ങനെ പരുത്, എൻ്റെ കയ്യിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള 2 പേരെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് അവരെ കൊല്ലുകയോ ആക്രമിക്കുകയോ ചെയ്തോളൂ, പക്ഷേ എൻ്റെ വീട്ടിലേക്ക് അതിഥികളായി വന്ന ഇവരെ നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറയുന്നൊരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ ലോകത്തിൻ്റെതായ ചിന്താഗതി പോകുന്നത് എത്രമാത്രം അറ്റത്തേക്കാണെന്ന് നോക്കുക, എക്സ്ട്രീം ലെവലിലേക്കാണെന്ന് നോക്കുക. പക്ഷേ ദൈവത്തിന് അങ്ങനെ ആ ലോകത്തിന് അത് പറയാൻ തോന്നി. ലോകത്തിനത് പറഞ്ഞു. ലോകത്ത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വീണ്ടും ലോകത്തിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നീ ഞങ്ങളുടെ ഇടയിൽ ന്യായാധിപതിയാവാൻ വേണ്ടി ചമയണ്ട. നീ പരദേശിയാണ്. നിന്നോടും ഞങ്ങൾ അവരോട് ചെയ്യുന്നത് പോലെ നിന്നോട് ഞങ്ങൾ അതിക്രമം കാണിക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ അടുക്കൽ വന്ന ദൂതന്മാർ പെട്ടെന്ന് അവനെ വലിച്ച് അകത്തേക്ക് കയറ്റിയ ശേഷം കൈ കാണിച്ച് അവിടെ പുറത്തു നിന്ന് ആൾക്കാരെല്ലാം അന്ധരാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. 10-ാം വാക്യത്തിലേക്ക് ഒക്കെ വരുമ്പോഴാണ് ആ വാക്യം കാണുന്നത്. നിങ്ങൾ അതിലൂടെ കടന്നു പോവുക. അങ്ങനെ അന്ധരാക്കിയ ശേഷം അവർ വാതിൽ തപ്പി നടന്നു എന്ന് പറയുന്നൊരു അനുഭവം. ആ അന്ധത പിടിച്ച ശേഷം അവർ വാതിൽ തപ്പി നടക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ലോത്തിനോട് ഈ ദൂതന്മാർ സംസാരിക്കുകയാണ്. നിനക്ക് ആരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെയും കൂടെ കൂട്ടി നമുക്ക് ഇവിടെ പട്ടണത്തിൽ നിന്ന് പുറത്തു പോകാം എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വാക്യം വായിക്കാം. നിനക്ക് ഇവിടെ സ്വന്തക്കാരായി പുത്രി ഭർത്താക്കന്മാരോ പുത്രന്മാരോ പുത്രിമാരോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി കൊള്ളുക എന്ന് പറയുന്നൊരു അനുഭവം. പക്ഷേ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ വേഗത്തിൽ ഈ സ്ഥലം വിട്ടു പോയിക്കൊള്ളുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തമാശ പറയുന്നുവെന്ന് മരുമക്കൾ ചിന്തിച്ചു. ഓക്കെ. അപ്പം അതായത് ലോത്ത് മക്കളോട് പോലും, 2 പെൺമക്കളാണുള്ളത്, ആ മക്കളോട് പോലും ദൈവികമായിരിക്കുന്ന ആലോചനയെ അല്ലെങ്കിൽ ഒരു സഭ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെന്ന് ലോത്ത് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല മരുമക്കളെ ചൂസ് ചെയ്തപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും അത് തന്നെയാണ് അല്ലേ. മക്കളോട് നമ്മൾ ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. അവരെ ഈ ലോകപ്രകാരം എങ്ങനെ ഉന്നതിയിൽ നല്ല കരിയർ നേടാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കണം എന്നാണ്, അതിനുവേണ്ടി എന്ത് ചെയ്യണമോ ആ പഠിത്തമാണ് നമ്മൾ കൊടുക്കുന്നത്. സൺഡേ സ്കൂൾ മിസ്സാക്കിയാലും കുഴപ്പമില്ല, ചർച്ചയിൽ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ദൈവവചനം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരവും സമയം അവർക്ക് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ പഠിക്കണം. അവർ നല്ല രീതിയിൽ ജീവിതത്തിൽ നല്ല രീതിയിൽ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ല അല്ലേ. തീർച്ചയായും പഠിത്തം നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ലോത്ത് തൻ്റെ മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ ദൈവം ലോത്ത് അബ്രഹാമിൽ നിന്ന് പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തതായ നല്ല സ്വഭാവങ്ങളെയും നല്ല അനുഭവങ്ങളെയും ദൈവത്തിലുള്ള ആശ്രയബോധത്തെയും സഭ്യതയെയും ഒന്നും അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നില്ല എന്നത് നമുക്ക് ഈ വചനത്തിലൂടെ കാണുവാൻ സാധിക്കും. മാത്രമല്ല മരുമക്കളെ ചൂസ് ചെയ്യുമ്പോഴും ഇപ്പോൾ സിറ്റിയിലൊക്കെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. സിറ്റി ലെവലിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവമക്കളെന്ന് പറയുന്നവർ പോലും മരുമക്കളെ ചൂസ് ചെയ്യുമ്പോൾ അത് മറ്റ് ജാതിയിൽപ്പെട്ടവരായാലും അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത മറ്റ് ജാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അറിയാത്തവരാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല, അതൊന്നും സാരമില്ല എന്ന് പറയാൻ അവർ തയ്യാറാണ്. നല്ല IT ജോലിയാണോ,
അല്ലെങ്കിൽ പണമുണ്ടാക്കുന്ന ജോലിയാണോ, നല്ല ബിസിനസ്സാണോ, അവന് വേറെ എന്ത് സ്വഭാവം ഉണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമില്ല. അവർ ദൈവത്തെ അറിയുമോ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരാണോ, പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണോ, അതൊന്നും പ്രശ്നമില്ല. അതാണ് ഇവിടെ പറയുന്നത്. മരുമക്കൾക്ക് ലോത്ത് പറഞ്ഞ വാക്ക് അവൻ കളിയായിട്ട് തോന്നി. അവർ അമ്മായപ്പനെയും വില വെക്കുന്നില്ല. മാത്രമല്ല അമ്മായപ്പൻ പറയുന്ന ദൈവത്തെയും അമ്മായപ്പൻ മനസ്സിലാക്കിയ ദൈവത്തെക്കുറിച്ച് ഇതുവരെ ലോത്ത് സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ഇത് അവർക്ക് കളി പറയുന്നത് പോലെ തോന്നി. പ്രൈസ് ദി ലോർഡ്. അവൻ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്, 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ ഉണരുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് പരിപാടി ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും മക്കളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ അവരത് കേട്ടും മനസ്സിലാക്കിയും ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുകയുള്ളൂ. അത് ആരുടെ കടമയാണ്? പിതാവിൻ്റെ കടമ അല്ലേ? വീടിൻ്റെ നായകനായി നിൽക്കുന്ന പിതാവിൻ്റെയും അമ്മയുടെയും കടമയാണ് മക്കളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും അവർ ലോകത്തിൽ പോകുന്നത് ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരിക്കാം, കോളേജിൽ പോകുന്നത് സാധാരണപ്പെട്ടിരിക്കുന്ന മറ്റ് അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികളോട് കൂടി ആയിരിക്കാം. ഒരു പക്ഷേ സൊദോം ഗൊമോറയിലുള്ളതായ ഈ ക്യാൻസറസ് ആയിരിക്കുന്ന അനുഭവങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സ്വഭാവ വൈകൃത്യങ്ങളുള്ളതായ സമൂഹത്തിലേക്കുമാണ് അവർ പോകുന്നത്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പല സാധ്യതകളും പല വിഷയങ്ങളും പല കാരണങ്ങളും ഉണ്ടായിരിക്കാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ അപ്പൻ്റെയും അമ്മയുടെയും കടമ തന്നെയാണ്. ലോകത്തിനത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ലോകത്തിനൊരു മിനിമം ബെയർ മിനിമം ആയിരിക്കുന്ന ഒരു ദൈവിക ഉപദേശം പോലും അവൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം മക്കൾ പോയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ മരുമക്കളായി ലോത്തും മക്കളും തിരഞ്ഞെടുത്തതായ ആ മരുമക്കളും എന്തായി? അവർക്കും ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, അവൻ്റെ പ്രോമിസിനെ കുറിച്ച് അറിയത്തില്ല, ലോത്ത് എന്ത് തരം മനുഷ്യരാണെന്ന് അറിയത്തില്ല, ഏത് ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നറിയത്തില്ല. എത്ര സഭ്യത, എത്ര സ്വാഭാവികമായിരിക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ കൂട്ടായ്മ, താഴ്മ, അല്ലെങ്കിൽ ദൈവവുമായുള്ള കൂട്ടായ്മ നമുക്ക് ബലപ്പെട്ടതാണെന്ന് ആ മരുമക്കൾക്ക് അറിയില്ല. അവർക്ക് അത് കളി പറയുന്നത് പോലെ തോന്നി. അങ്ങനെ അടുത്ത വാക്യം വരുമ്പോൾ അവരെ ഇട്ട് അവർ മടങ്ങി പോവുകയാണ്. പക്ഷേ പ്രഭാതമായപ്പോൾ ദൂതന്മാർ ലോത്തിനെ നിർബന്ധിച്ചുകൊണ്ട്, എഴുന്നേൽക്കുക, ഈ പട്ടണത്തിലെ അകൃത്യത്തിൽ നശിക്കാതിരിക്കുവാൻ നിന്റെ ഭാര്യയെയും ഇവിടെയുള്ള 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന അനുഭവമുണ്ട്. പക്ഷേ അടുത്ത വാക്യം പറയുന്നു, 16-ാം വാക്യം, അവർ മടിച്ചു നിന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട്. പക്ഷേ ആ ദൂതന്മാർ കരുണ തോന്നി ആ 2 പേരെയും 4 പേരെയും അവർ ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയാണ്. പ്രത്യേകമായി അവിടെ ഇംഗ്ലീഷ് വേർഷനിലൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരോട് കരുണ തോന്നി. 6 നിമിത്തം, അബ്രഹാം നിമിത്തം എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. അബ്രഹാമിൻ്റെ സഹോദരനായതുകൊണ്ട്, ലോത്ത് ദൈവത്തെ അബ്രഹാം മുഖാന്തരം അറിഞ്ഞിരുന്നത് കൊണ്ട്, മിനിമം ബെയർ അവൻ ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ടും, അത്യാവശ്യം സഭ്യത അവൻ്റെ ജീവിതത്തിൽ പാലിച്ചതുകൊണ്ടും അവൻ വലഞ്ഞുപോയി എങ്കിലും അത്യാവശ്യ സഭ്യത അവൻ പാലിച്ചതുകൊണ്ടും അവൻ ആ കൂട്ടത്തിൽ നിന്ന് നശിക്കുന്നതിൽ നിന്ന് ദൂതന്മാർ അകലങ്ങളിലേക്ക് അവൻ്റെ വീട്ടിലെ 4 പേരെയും അവനും ലോത്തും ഭാര്യയും 2 മക്കളെയും ചേർത്ത് കൈ പിടിച്ചുകൊണ്ട് അവരെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി കൊണ്ടുപോകുന്ന ഒരു അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകമായി മെൻഷൻ ചെയ്തിരിക്കുന്നു, അബ്രഹാമുള്ള വാഗ്ദത്തത്തിന് നിവൃത്തിയായി എന്ന് പറയുന്ന അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമുള്ള വാഗ്ദത്തത്തിന് നിവൃത്തിയായിട്ടാണ് ലോത്ത് സമ്പന്നനായി തീർന്നത്. അവിടെ നിന്ന് ലോത്ത് പിരിഞ്ഞ് സൊദോം ഗൊമോറ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചതും അബ്രഹാമിക ഉടമ്പടിയുടെ ഭാഗമായി ദൈവം അവനെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. അവൻ്റെ വീട്ടുകാരനായതുകൊണ്ട്, അവൻ്റെ വീട്ടിലുള്ളതായ സഹോദരപുത്രനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധുവായതുകൊണ്ടാണ് ആ ലോത്തിനെ ദൈവം അനുഗ്രഹിക്കാനിടയായി തീർന്നത്. അപ്പോൾ നോക്കുക, ദൈവികമായിരിക്കുന്ന കൃപ അവരോട് കാണിച്ചതായ ദൈവത്തിൻ്റെ കൃപയെ പറ്റി നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അബ്രഹാം ചോദിച്ചതുപോലെ അവിടെ എത്ര പേരുണ്ടായിരുന്നില്ല? 10 പേരുണ്ടായിരുന്നില്ല, വെറും 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവം ആ 4 പേരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരികയും അവൻ ആ പട്ടണത്തെ മുഴുവൻ നശിപ്പിക്കുന്നതായ അനുഭവത്തിലേക്ക് കാണുകയും ചെയ്യുവാനിടയായി തീർന്നു.
ആമേൻ. ലോത്തിനോട് അവർ പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഒന്നും നിൽക്കരുത്, മുന്നോട്ട് പോയി ഒരു പട്ടണത്തിൽ അഭയം പ്രാപിക്കുക എന്ന് പറയുന്ന അനുഭവമുണ്ട്. അല്ല, ഒരു മലയിലേക്ക് ഓടിപ്പോവുക എന്ന് പറയുന്ന അനുഭവമുണ്ട്. പക്ഷേ ലോത്ത് അത് സമ്മതിക്കാതെ പട്ടണത്തിലേക്കും, പിന്നെ പട്ടണത്തിൽ നിന്ന് ചില മാസങ്ങൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നെ മലയിലേക്കും അവൻ കടന്നു പോകുന്നതായ, കാടുകളിലേക്കും കയറുന്നതായ അനുഭവത്തെക്കുറിച്ച് നമ്മൾ അടുത്ത വചനങ്ങൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ലോത്ത് പോയി ആ പട്ടണത്തിൽ എത്തിയപ്പോഴത്തേക്കും പുറകിൽ ദൈവികമായിരിക്കുന്ന ക്രോധത്തിൻ്റെ അഗ്നി. അവൻ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഹോവ സൊദോമിൻ്റെയും ഗൊമോരയുടെയും മേൽ ആകാശത്ത് നിന്ന്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ തീയും ഗന്ധകവും വർഷിപ്പിച്ചു എന്ന് പറയുന്ന അനുഭവം. ആ പട്ടണങ്ങളെയും അവയിൽ പാർത്തിരുന്ന സകലരെയും, താഴ്വര മുഴുവനും ഭൂമിയിലെ സസ്യാദികളെയും അവൻ നിശേഷം നശിപ്പിച്ചു എന്ന് പറയുന്ന അനുഭവം. എന്നാൽ ലോത്തിൻ്റെ പിന്നിലായിരുന്ന അവൻ്റെ ഭാര്യ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പ് തൂണായി തീർന്നു എന്ന് പറയുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ റേഡിയേഷൻ, ആ ഒരു കാഴ്ച കണ്ടതായ ഭാര്യ അവിടെ ഉപ്പ് തൂണായി തീർന്നു. ലോത്ത് മുന്നോട്ട് തന്നെ പോവുകയും ചെയ്തു. ഭാര്യയില്ലാത്തതിനാൽ മക്കളെ തീരെ കൺട്രോൾ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് അടുത്ത അനുഭവങ്ങളിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അമ്മയുടെ ഭാഗത്ത് ഒരു വ്യക്തി ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും കൂടെയാണ് നമ്മളിതിലൂടെ കാണുന്നത്. ഏക മാതാപിതാക്കളായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി, സിംഗിൾ പാരൻ്റായി തീർച്ചയായും നിങ്ങൾക്ക് മക്കളെ വളർത്തിയെടുക്കാം. പക്ഷെ അവർ പോകുന്നതായ പോക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പനില്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്തൊരാൾ, അമ്മയില്ലെങ്കിൽ അമ്മയുടെ ഒരു സ്ഥാനത്തൊരാൾ ഉണ്ടാവണം. അതിനുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്തിരിക്കണം. എങ്കിലേ മക്കളുടെ ജീവിതത്തിലേക്ക് കോൺട്രിബ്യൂഷൻ അവർക്ക് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ, അവരെ നല്ല രീതിയിൽ വളർത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതും കൂടെ ഞാനിവിടെ ചേർക്കുകയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് വന്നതായ ക്രോധത്തിൻ്റെ അഗ്നിയായ ഗന്ധവും അനുഭവങ്ങളും ഒക്കെ ദൈവം അവരിലേക്ക് വർഷിപ്പിക്കുകയും തീയും ഗന്ധകവും അവരിലേക്ക് വർഷിപ്പിച്ച് ആ ദേശം മുഴുവൻ കീഴ്മേൽ മറഞ്ഞു പോകുന്നതായ അനുഭവം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സൊദോമിനെയും ഗൊമോരയെയും സകല പ്രദേശങ്ങൾക്കും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ ഉയരുന്നത് കണ്ടു എന്ന് പറയുന്ന അനുഭവം. അന്ന് വരെ അബ്രഹാം ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചതായ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു പോകുന്നത്. അത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളടങ്ങിയതായ ആ പട്ടണത്തെ എങ്ങനെ ആ ഒരു ദുഃഖം അബ്രഹാമിന് പോലും സഹിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ അബ്രഹാമിനും അത് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ അതിരാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ വേഗം ദൈവസന്നിധിയിലേക്ക് ചെന്ന്, ദൈവം എവിടെയാണോ ഇന്നലെ അവനോട് സംസാരിച്ച് നിർത്തിയത്, എവിടെ നിന്നാണോ അവൻ്റെ അടുക്കൽ നിന്ന് എടുക്കപ്പെട്ടു പോയത് അല്ലെങ്കിൽ പ്രത്യക്ഷമായത്, ആ സ്ഥലത്ത് പോയി നിന്ന് സൊദോമിൻ്റെയും ഗൊമോരയുടെയും നേരെ നോക്കുമ്പോൾ അവിടെ നിന്ന് പുകച്ചുരുൾ ഉയരുന്നത് പോലെ സാവധാനം പുകച്ചുരുൾ ഉയരുന്നത് അവൻ കാണുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. താഴ്വരയിലെ പട്ടണങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്തിരുന്ന പട്ടണങ്ങൾ നശിപ്പിച്ചപ്പോൾ ലോത്തിനെ അതിൽ നിന്ന് പുറത്തയച്ച് രക്ഷിച്ചു എന്ന് പറയുന്ന അനുഭവം. 30 മുതലുള്ള വാക്യങ്ങൾ 38 വരെയുള്ള വാക്യങ്ങളാണ് കർത്താവ് അടുത്ത പാരൻറ്റിങ് ടിപ്പായി എന്ത് നമ്മൾ ചെയ്യരുത്, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമുക്ക് തെളിയിച്ചു തരുന്നത്. മിനിമം ലോത്ത് ഈ സ്വന്തം മക്കളെ ഒക്കെ നാട്ടുകാരെ മുഴുവൻ അവനെ കൺവിൻസ് ചെയ്യുവാൻ കഴിയത്തില്ലായിരിക്കാം. ആ നാട്ടുകാരെ മുഴുവൻ അവനെ ഉപദേശിക്കുവാനോ അവരെ തിരുത്തുവാനോ അവന് കഴിയത്തില്ലായിരിക്കാം. ഇമ്പോസിബിൾ ആയിരിക്കും ഒരു പക്ഷേ. അവനത് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ മിനിമം തൻ്റെ വീട്ടിലുള്ള 2 പെൺകുഞ്ഞുങ്ങളെ അകൃത്യം ചെയ്യുന്നതിൽ നിന്ന്, പാപം ചെയ്യുന്നതിൽ നിന്ന് ലോകത്തിന് വിലക്കാമായിരുന്നു. അവർക്ക് മിനിമം സഭ്യത അവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നതായ വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവർ രണ്ട് മക്കളും അങ്ങനെ ദൈവത്തിന് നിരക്കാത്തതായി ആ സൊദോം ഗൊമോറയിൽ ഒരുപക്ഷെ ഇതൊക്കെ കോമൺ ആയിരിക്കാം. ഒരുപക്ഷെ അവർ കണ്ടു വളർന്നത് ഇതായിരിക്കാം. കാരണം അവരുടെ അപ്പനിൽ നിന്ന് അവർക്ക് ഉപദേശം ലഭിച്ചിരുന്നില്ല. അവരുടെ വീട്ടിൽ പറയേണ്ട
ദൈവികമായ അനുഭവങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത് സൊദോം ഗൊമോറയുടേതായ ഇൻഫ്ലുവൻസ് ആണ്. അവിടെ ഇതെല്ലാം സ്വാഭാവികമായിരിക്കാം. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവരും ജീവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് അവർ മടിയും കാണിച്ചിരുന്നില്ല. ഒരു 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 ചെറിയൊരു വൈക്കൽപ്യം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആ പാപം ചെയ്യുകയും അവിടെ 2 ശിശുക്കൾ അവിടെ ജനിക്കുകയും ചെയ്ത അനുഭവം. അവരെയും ദൈവം അബ്രഹാമിക കവന നിമിത്തം അവരെ അനുഗ്രഹിച്ചു. അവരെയും വലിയ ജാതിയാക്കി. ആ ജാതികളുടേതായ പേരുകളൊക്കെ അവിടെ പറയുന്ന ഇപ്രകാരമാണ്. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവന് മോവാബ് എന്ന് പേരിട്ടു. ഇന്നത്തെ മോവാബിയരുടെ പിതാവ് അവനാകുന്നു. ഇളയവനും ഒരു മകനെ പ്രസവിച്ചു, അവന് ബെൻ അമീൻ എന്ന് പേരിട്ടു. ഇന്നത്തെ ആമോന്യരുടെ പിതാവും അവനാകുന്നു എന്ന് പറയുന്ന അങ്ങനെ 2 സമൂഹം, വലിയ സമൂഹം ലോകത്തിന്റെ മക്കളിലൂടെ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുവാനിടയായി തീർന്നു. അവർ ജനിച്ചത് ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷെ ദൈവം അബ്രഹാമിക കവനന്റ്, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കുമെന്ന് പറയുന്ന അനുഗ്രഹം ആരോട് കൊണ്ടുണ്ടായിരുന്നു? ആദ്യം നമ്മൾ വായിച്ചു, കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ വായിച്ചു. അവന്റെ മൂത്തപുത്രനായിരിക്കുന്ന ഇശ്മായേലിനോട് കൂടെ ഉണ്ടായിരുന്നു. അവനെയും ദൈവം വലിയ ജാതിയാക്കും, 12 പ്രഭുക്കന്മാർ തരും എന്നൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ അവിടെ നിവർത്തിക്കുന്നു. അതിനോട് ശേഷം വരുവാൻ പോകുന്ന ഇസഹാക്കിനോടും കൂടെ ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവം ശക്തനായിരുന്നു. അതേസമയം അവൻ ലോത്തിന്റെ മക്കളിലൂടെ ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുകയാണ്. പക്ഷെ അവർ ജനിക്കപ്പെട്ടത് ഏത് രീതിയിലാണോ അതിനകത്ത് ദൈവത്തിന് ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. ജനിക്കപ്പെട്ടത് പാപത്തിലാണ്. പക്ഷെ അവരെ അനുഗ്രഹിക്കേണ്ട കടമ ദൈവത്തിൻ്റെ ആയിരുന്നു. കാരണം അവർ ജീവിക്കുന്നത് കൃപായുഗത്തിലായിരുന്നു. യേശുക്രിസ്തു ജനിച്ചില്ലായിരിക്കാം, പക്ഷെ അവർ ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. അവർ ജനിക്കപ്പെട്ടത് പാപത്തിലുമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് ഈ വചനത്തിലൂടെ എനിക്ക് ദൈവത്തിന് ആത്മാവ് എന്നോട് പറയാൻ പ്രേരിപ്പിച്ചതായ ഇടപെട്ടതായ പ്രധാനപ്പെട്ട കാര്യം പാരന്റിങ് തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം സമൂഹം ഇനി തെക്കോ വടക്കോ പടിഞ്ഞാറോ അവർ ഏത് രീതിയിലും ഏതുള്ള അനുഭവത്തിലും ജീവിച്ചോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ വചനം വീട്ടിൽ വെച്ച് ബേസിക്കായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കടമ നമ്മുടെ കടമയാണ്. അവർക്ക് നല്ല മരുമക്കളെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വളർത്തി ആ മരുമക്കളെ കണ്ടുപിടിച്ച് കൊടുക്കുകയും ആ മരുമക്കളെ എത്രമാത്രം ആ കുടുംബത്തിൻ്റെ സഭ്യതയും അനുഭവങ്ങളും ദൈവിക കൂട്ടായ്മയും പ്രാധാന്യം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടയും കടമ ലോത്തിൻ്റെ ആയിരുന്നു. പക്ഷെ ലോത്തിനത് സാധിച്ചില്ല. തൻ്റെ ഭാര്യയെയോ തൻ്റെ മക്കളെയോ തൻ്റെ മരുമക്കളെയോ ലോത്തിന് നല്ല രീതിയിൽ ദൈവത്തെ അനുസരിക്കുന്ന രീതിയിൽ ദൈവത്തെ അനുസരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ്യമായ രീതിയിൽ അവരെ കൊണ്ടുവരുവാനും ലോത്തിന് സാധിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ലോത്തിനെ പോലുള്ള ഒരു പിതാവായി തീരാതെ, മാതാപിതാക്കളായി തീരാതെ, അങ്ങനെ ഒരു ലോത്തിൻ്റെ ഭാര്യയെയും പോലുള്ള മാതാപിതാക്കളായി തീരാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനാടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനായി നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 6-ാം അധ്യായം അതിൻ്റെ 4 മുതലായ വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴിയിൽ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ ചട്ടമായിരിക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടളക്കാലിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം എന്ന് പറയുന്ന അനുഭവമുണ്ട്. എന്തുകൊണ്ടാണ്? അവർ സഭ്യമായ, അനുഗ്രഹിക്കപ്പെട്ടതായ, ആശീർവദിക്കപ്പെട്ടതായ ഒരു സമൂഹമായി വളരുവാൻ. ലോകത്തിലെ സമൂഹം എങ്ങനെ തന്നെ ആയിക്കോട്ടെ, എങ്കിലും അവരുടെ മധ്യേ സഭ്യമായ ദൈവവചനത്തെ അനുസരിക്കുന്ന മക്കളെ വളർത്തിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ. അതുപോലെ തന്നെ അവർക്ക് അവരുടെ കരിയർ, അവർ പണം ഉണ്ടാക്കുന്ന പണം, അവരെത്തുന്നതായ സ്ഥാനമാനങ്ങളെല്ലാം അതെല്ലാം
നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ ദൈവത്തിന് അബ്രഹാമിനെ ഒരു നിമിഷം, ഒരു വർഷം കൊണ്ട് അതിസമ്പന്നനാക്കുവാൻ കഴിയുമെങ്കിൽ അവരുടെ പഠിപ്പോ വിവരമോ അവരെ എടുക്കുന്ന കരിയറോ ഒന്നുമല്ല. ദൈവം അവരെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നവരെ, ദൈവത്തെ മാനിക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരെ ഒരു നിമിഷം കൊണ്ട്, ഒരു വർഷം കൊണ്ട്, യോസെഫിൻ്റെ കാര്യം വരുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ടാണ് അവരെ ദൈവം രാജഗ്രഹത്തിലേക്ക് എത്തിക്കുവാനിടയായിത്തീർന്നത് എന്ന് പറയുന്നത് പോലെ മൊർദെഖായി ദൈവത്തെ മാനിച്ചവരെ ദൈവം മാനിക്കുന്ന അനുഭവങ്ങൾ എത്രമാത്രമാണ് നോക്കുക. ഒറ്റ ദിവസം കൊണ്ട് അവൻ ആ വലിയ സാമ്രാജ്യത്തിൽ രണ്ടാമനായി മാറുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിന് മാനിക്കാൻ അതെല്ലാം കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനപരമായി പറഞ്ഞു കൊടുത്ത് അവരെ ദൈവത്തിൻ്റെ വചനത്തിൽ വളർത്തിയെടുക്കേണ്ട കടമ മാതാപിതാക്കളുടെയാണ്. അങ്ങനെ ലോത്തിന് അങ്ങനെ അവരെ വളർത്തിയെടുക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നു. മക്കള് അവര് ഏറ്റവും ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അവർ ഗർഭം ധരിക്കപ്പെടുന്നു. മാത്രമല്ല ലോത്ത് മദ്യപാനിയാകുന്നു എന്ന് തുടങ്ങിയതായ കാര്യങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മാത്രമല്ല അവരൊരിക്കലും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുന്നതിനെ പറ്റിയിട്ട് ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ ആ 2 ഗോത്രങ്ങളും പിന്നീട് അന്യരാക്കപ്പെടുന്നൊരനുഭവം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്യരാക്കപ്പെടുന്നൊരനുഭവം നമുക്ക് കാണുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവരാജ്യത്തിലോ ദൈവത്തിൻ്റെ ആലയത്തിലോ ഒന്നും ഇവർക്ക് വരുവാൻ, ഈ 2 കൂട്ടർക്കും വരുവാനുള്ള അനുവാദം ദൈവം കൊടുത്തിരുന്നില്ല. മാത്രമല്ല അവർക്ക് തമ്മിൽ ശത്രുത ഉണ്ടാകുന്നതും യുദ്ധങ്ങൾ നടക്കുന്നതുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ ദൈവികമായ ധ്യാനത്തിനും വചനത്തിനും വാക്കുകൾക്കും വാഗ്ദത്തങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നൊരു ഒരു തലമുറയാക്കി ലോത്തിന് തൻ്റെ ഭാര്യയെയും മക്കളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ തീർച്ചയായും അവർ വളർന്നു വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരും ആശീർവദിക്കപ്പെട്ടവരും അബ്രഹാമിക അനുഗ്രഹത്തിൽ ജീവിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി അവർ മാറുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മൾ കരിയർ നോക്കരുത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പുറമായി ദൈവവചനം സംസാരിക്കുക. മാത്രമല്ല മരുമക്കളുമായി നിങ്ങളുടേതായ ആശയങ്ങൾ, നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ വചനത്തിലുള്ളതായ വെളിപ്പാടുകൾ, വചനം എന്തുകൊണ്ട് ഫോളോ ചെയ്യണം, എന്തുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് വ്യക്തമായി ക്ലാരിറ്റിയോടെ കൺവേ ചെയ്യുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കടമ മാതാപിതാക്കൾക്കാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ലോർഡ്. അതാണ് നമുക്ക് ഈ വചനത്തിലൂടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ലോകത്തിന് മരുമക്കളുമായി കൺവേ ചെയ്യുവാൻ കഴിഞ്ഞില്ല, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കളിയായിട്ട് തോന്നി. അത് മാത്രമല്ല അവർ ആ ക്രോധത്തിലേക്ക് അനുഭവത്തിൽ നശിപ്പിക്കപ്പെടുവാനിടയായിത്തീർന്നു, സ്വതോം ഗോമോറയുടെ അനുഭവത്തിൽ. മാത്രമല്ല അതിൻ്റെ എല്ലാം റിഗ്രറ്റ് വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ തൻ്റെ മക്കൾ തന്നോടിങ്ങനെ മ്ലേച്ഛമായിട്ട് ഇടപെടുകയും ചെയ്യാനിടയായിത്തീരുന്നത്. എന്തു തന്നെയായിരുന്നാലും ഈ വചനങ്ങളാൽ ദൈവം മുന്നോട്ട് തരുന്ന ഈ ആശയത്തെ നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ, ഒരു വിചിന്തനത്തിന് കാരണമായി തീരട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുവാൻ കാരണമായി തീരട്ടെ. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുവാനാകട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ വചനങ്ങളാൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ കുടുംബങ്ങളും നീ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം നീ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം മനുഷ്യരാണ്. പക്ഷേ ലോത്തിനെ പോലെയല്ല, അബ്രഹാമിനെ പോലെ ദൈവവചനം പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് ആശയങ്ങൾ പറഞ്ഞുകൊടുത്ത് ബലപ്പെടുത്തി വിശ്വാസത്തിന് വചനങ്ങൾ പറഞ്ഞുകൊടുത്ത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചതുപോലെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ താല്പര്യത്തോടും കൂടെ എന്നെ സ്നേഹിക്കുവാനും അങ്ങേ അനുസരിക്കുവാനും അങ്ങേ പിൻപറ്റുവാനുള്ളതായ കൃപ അതിനുള്ളതായ ആ പരിജ്ഞാനം മക്കൾക്കും ഒക്കെ പറഞ്ഞു കൊടുത്ത് മരുമക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം മാതാപിതാക്കളായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. സകല മാനമഹത്വം തിരുനാമത്തിൽ അർപ്പിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.